ശ്രീ മോഹൻ വർഗീസ്, ഇത് വിമർശിക്കപ്പെടേണ്ട ഒന്നാണോ? മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങുക അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ലീഗിൽ നിന്നാണ് ആദ്യമായിട്ട് പ്രതികരണം ഉണ്ടായത് മന്ത്രിക്കെതിരെ. ഇപ്പോൾ പരസ്യമായിട്ട് ആരും പ്രതികരിക്കുന്നില്ല, പക്ഷേ ഫേസ്ബുക്കിലൂടെയും മറ്റും അവരുടെ വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം DCC ജനറൽ സെക്രട്ടറിയിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി കണ്ടത്, അതൊരു സമുദായ സംഘടനാ നേതാവ് എന്ന രീതിയിലല്ലല്ലോ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ഉള്ളത്. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം NDA നേതാവാണ്. ശ്രീ മഞ്ജുഷ്, വെളുക്കച്ചിരിച്ചുകൊണ്ട് ഈ മന്ത്രി ബിന്ദു കൃഷ്ണ ക്ഷീരദിന ആശംസകൾ പറയുന്നത് കേരളം കൗതുകപൂർവ്വം കേൾക്കുകയാണ്. ഇപ്പം ബിന്ദു കൃഷ്ണയുടെ മനസ്സിലൂടെ പോകുന്നത് ഒരു പക്ഷേ ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നല്ലോ കൊതുകിന് പ്രധാനം എന്നായിരിക്കാം. പക്ഷേ എന്തായാലും അണികൾ നേതാക്കളെ തിരുത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞാൽ മാത്രം ശരിയാവില്ല. കോൺഗ്രസിൻ്റെ അണികളും ചെറുകിട നേതാക്കളും വൻകിട നേതാക്കളെയും മന്ത്രിമാരെയും തിരുത്തുന്ന ഒരു മനോഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് രണ്ടു പക്ഷമുണ്ട്. ഇൻട്രോയിൽ തന്നെ ശ്രീ മഞ്ജുഷ് അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഒരു വശത്ത് മന്ത്രി എല്ലാവരുടെയും മന്ത്രിയാണ്. ബിന്ദു കൃഷ്ണയെ അങ്ങനെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആളായോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിയെന്നോ എന്ന നിലയിലല്ല, എല്ലാവരുടെയും മന്ത്രിയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ ആവശ്യപ്പെട്ടു, അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറുവശത്ത് നോക്കുമ്പോൾ ഇതിനുള്ള സമയവും നേരവുമാണോ അതും പരിഗണിക്കണ്ടേ? കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനം എത്രയോ വ്രണപ്പെട്ടു. കോൺഗ്രസിനെതിരെ അതിശക്തമായ ആക്രമണമല്ലേ വെള്ളാപ്പള്ളി നടേശൻ കാഴ്ചവെച്ചത്? അതുമാത്രമല്ല മുസ്ലിം സമുദായത്തെയും മുസ്ലിം ലീഗിനെയും മലപ്പുറം ജില്ലയും ഒക്കെ വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പല സമയങ്ങളിലായി നടത്തിയ പ്രസ്താവനകൾ എത്രത്തോളം അലോസരമാണ് കോൺഗ്രസ് പാർട്ടിക്കും മുസ്ലിം ലീഗിനും ഉണ്ടാക്കിയത്. സ്വാഭാവികമായി അങ്ങനെ ഒരാളെ സ്വന്തം സമുദായം, ബിന്ദു കൃഷ്ണ ഈഴവ സമുദായത്തിൽ പെടുന്ന ആളാണ്, ഈഴവ സമുദായത്തിൻ്റെ SNDPയുടെ നേതൃത്വത്തിലുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. പോയി കണ്ടതിൽ പ്രഥമദൃഷ്ടിയാ തെറ്റൊന്നും പറയാനാവില്ല. എങ്കിലും തിണ്ണ നിരങ്ങുക എന്ന പ്രയോഗം ഇവിടെ ചേരില്ല. കാരണം തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഒരു സമുദായ ആചാര്യൻ്റെ വീട്ടിൽ പോയാൽ അത് തിണ്ണ നിരങ്ങലാണ് എന്ന് വിവക്ഷിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എല്ലാവരെയും കാണുന്നു, കൂട്ടത്തിൽ വെള്ളാപ്പള്ളിയെ കാണുന്നു, കണിച്ചവളക്കർ വഴി പോയി ഭവനത്തിൽ കയറി അദ്ദേഹത്തെ കണ്ടു. ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ശ്വാസത്തിൽ ഒരു വർഷം കഴിഞ്ഞ് പോരായിരുന്നോ മന്ത്രി ബിന്ദു ഇത് ചെയ്യുന്നത്? ഈ ചൂടൊന്ന് സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങുന്നു എന്നുള്ള കാര്യം അത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഒരു നിലപാടായിരുന്നു. അങ്ങനെ തിണ്ണ നിരങ്ങാൻ പോകില്ല എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് സമയത്തും അദ്ദേഹത്തിന്റെ നിലപാട് അതായിരുന്നു. അപ്പോൾ ഇപ്പോൾ വിമർശനം, ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നോക്കിയാൽ വിമർശനം വരുന്നതും ഈ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങി എന്നുള്ള കാര്യത്തിലല്ല. അത് വരുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തി എന്നുള്ളതാണ് അല്ലേ? കാരണം വെള്ളാപ്പള്ളി നടേശൻ അതിശക്തമായ രീതിയിൽ UDFനെതിരെയും അത് പ്രധാനമായിട്ടും മുസ്ലിം ലീഗിനെതിരെയും, അത് മുസ്ലിം വിരുദ്ധതയാണ് എന്ന രീതിയിൽ പോലും അത് വലിയ രീതിയിൽ പ്രചാരണം വന്നിരുന്ന സമയമാണ് തെരഞ്ഞെടുപ്പ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ നേതാക്കളാണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളാണെങ്കിലും കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളാണെങ്കിലും അല്ലേ? ഈ വിമർശനം ഉന്നയിക്കുന്നവർ ഒരു കാര്യം കൂടെ അറിയുന്നത് നല്ലതാണ് ശ്രീ മഞ്ജുഷ്. രണ്ട് പേരോട് UDFന് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഒന്ന് സാക്ഷാൽ പിണറായി വിജയനോട്. അദ്ദേഹത്തിൻ്റെ ഭരണം എത്രത്തോളം ദൂഷിച്ചു, എത്രത്തോളം ഭരണവിരുദ്ധതയുണ്ടായി, അതിൻ്റെ പ്രതിഫലനം കൂടിയായിരുന്നു UDF ലഭിച്ച മിന്നും നേട്ടം. രണ്ട്, വെള്ളാപ്പള്ളി നടേശൻ്റെ വായിൽ നിന്ന് വന്ന മഹത് വചനങ്ങൾ ഇതെത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി. ആ ചില സമുദായങ്ങളുടെ പൂർണ്ണമായ പിന്തുണ, അതായത് മുസ്ലിം സമുദായത്തിൻ്റെ ഉൾപ്പെടെ വൻപൻ പിന്തുണ മലബാർ മേഖലയിൽ ഉൾപ്പെടെ UDFന് ലഭിച്ചതിൻ്റെ പിന്നിൽ കോഴിക്കോട് ജില്ല തൂത്തുവാരിയില്ലേ, ഒരു സീറ്റ് ഒഴിച്ച്. മലപ്പുറം ജില്ല 16-ൽ 16 നേടിയില്ലേ, എറണാകുളം ജില്ലയിൽ 14-ൽ 14 നേടിയില്ലേ. ഇതൊക്കെ നോക്കിയൊന്ന് കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടാകണം കോൺഗ്രസിന്. അത് ഒരു ആലങ്കാരികമായി പറയുന്നതാണ്. പക്ഷേ ഇതൊക്കെ തന്നെയല്ലേ കോൺഗ്രസിനെ സഹായിച്ചത്. അപ്പോൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു, ഇനി വാശിയും വൈരാഗ്യം വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പതിയെ ബിന്ദു കൃഷ്ണ ഇറങ്ങിയതാണ്. പക്ഷേ അത് ഇത്രത്തോളം പുലിവാലാകുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ മറുപടി, ക്ഷീരദിനാശംസ മറുപടി എന്നത് അത് ഏത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ വിജയത്തിൻ്റെ ആലസ്യം ഇങ്ങനെയുണ്ട്. അതിൻ്റെ ആവേശം വിട്ടുപോയിട്ടില്ല. വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി എടുത്ത ചില നിലപാടുകൾ, കർക്കശമായ ചില നിലപാടുകൾ, ആ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതല്ലേ മന്ത്രിസഭാ അംഗങ്ങൾ? ന്യായമായ ചോദ്യമല്ലേ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത്, മുസ്ലിം ലീഗ് ചോദിക്കുന്നത്? ന്യായമായ കാര്യങ്ങളല്ലേ? എന്തുകൊണ്ട് ഇപ്പോൾ ചാടിപ്പുറപ്പെട്ടു? വെള്ളാപ്പള്ളി നടേശനെ കാണരുതെന്നൊന്നും പറയാൻ ഞാനാണല്ലോ, പക്ഷേ
ഇത് പോകുന്നതിനൊരു സമയമില്ലേ? ഇതൊക്കെ ഒന്ന് മറന്ന് ഈ ഒരു ആവേശവും ഒക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഒരു റുട്ടീൻ വിസിറ്റ് എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്നു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സമുദായ നേതാവ് തന്നെയാണല്ലോ. SNDPയുടെ ജനറൽ സെക്രട്ടറിക്ക് പോയി കാണുന്നതിന് എന്താ തെറ്റ്? അതും ബിന്ദുകൃഷ്ണ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒക്കെ അവരൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രീ ബിന്ദുകൃഷ്ണ മന്ത്രിയായതിൻ്റെ പിന്നിൽ സംഘടനയുടെ മികവുണ്ട്, പിന്നെ മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന പരിഗണനയുണ്ട്, സ്ത്രീ എന്ന പരിഗണനയുണ്ട്. അതേപോലെ തന്നെ 3 ഈഴവ സമുദായത്തിൽപ്പെടുന്ന 3 പേരെ OJ ജനീഷും ബിന്ദുകൃഷ്ണയും M ലിജുവും ഇവർ 3 പേരും മന്ത്രിസഭയിൽ എത്തിയതും അങ്ങനെയുള്ള പ്രാതിനിധ്യം കൂടെ നോക്കിയാണ്. അപ്പോൾ പല കാര്യങ്ങൾ നോക്കുമ്പോൾ സമുദായ ആചാര്യനെ ഒന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ മാനമിടിച്ച് വീഴുകയൊന്നുമില്ല. പക്ഷെ അവിടെയാണ് ഔചിത്യബോധവും സമചിത്തതയും എല്ലാം കൂടി സമാസമം ചാലിച്ച് ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം. ആകെപ്പാടെ വെള്ളാപ്പള്ളി നടേശന് വേണമെങ്കിൽ ഇത് ഫേസ്ബുക്കിൽ കയറി പോസ്റ്റാതിരിക്കാനുള്ള മാന്യത കാട്ടാമായിരുന്നു. അത് അദ്ദേഹം കാട്ടിയില്ല. തന്നെ വന്ന് കണ്ട് താണ് വണങ്ങി താൻ അനുഗ്രഹിച്ച ആ ചിത്രം അഭിമാനപൂർവ്വം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പങ്കുവെച്ചപ്പോൾ മുഖം നഷ്ടപ്പെട്ടത് ബിന്ദുകൃഷ്ണയ്ക്കാണ്. ശരി, അവർക്ക് ഒരു അക്ഷരം മിണ്ടാനും പറ്റിയില്ല. അതാണ്, അതും അവരുടെ ഒരു പരാജയമായി പോയി. അവർക്ക് അതിനെക്കുറിച്ചൊരു വിശദീകരണം കൊടുക്കാമായിരുന്നു. ശ്രീ RV ബാബു, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ബിന്ദുകൃഷ്ണ ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് സ്വന്തം പക്ഷത്ത് നിന്ന് തന്നെയാണ് കൂടുതലായിട്ടും. താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ഈ ബിന്ദുകൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ കണ്ടതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം തന്നെ പോയി കണ്ടത് കത്തോലിക്ക ബിഷപ്പിനെയാണ്. അതെന്തിനായിരുന്നു കണ്ടത്? അതൊരു കഴ്സി കോളായിരുന്നു എന്ന് ആരെങ്കിലും നമ്മളാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതോ മന്ത്രിസഭ തട്ടിക്കൂട്ടാൻ വേണ്ടി പെടാപ്പാട് പെട്ട സമയത്ത് ലത്തീൻ കത്തോലിക്കർ ഫിഷറീസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കളിച്ച സമയത്ത് അവരുടെ കാല് പിടിച്ച് ഒരു ഒത്തുതീർപ്പിന് വേണ്ടി പോയപ്പോൾ ഈ പറയുന്ന ആളുകളുടെ ഒന്നും വികാരം ഇളകി നമ്മൾ കണ്ടില്ല. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ VD സതീശൻ നിലപാടിൻ്റെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിയ ആൾക്കാരൊന്നും ഈ പറയുന്നതിന് വിമർശിച്ച് രംഗത്ത് വന്നതായിട്ടും നമ്മളാരും കണ്ടില്ല. അപ്പോൾ ബിന്ദുകൃഷ്ണ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഹൈന്ദവ സംഘടനയുടെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ഹൈന്ദവ സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം VD സതീശനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിലെ നേതാക്കന്മാരെ, ബാക്കിയുള്ളവരെ ആരെങ്കിലും വിമർശിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അദ്ദേഹം രമേശ് ചെന്നിത്തല വിമർശിച്ചതായിട്ട് എനിക്കറിയില്ല. അല്ലെങ്കിൽ അദ്ദേഹം മറ്റു പല ഉന്നതരായ നേതാക്കളുണ്ട്. VD സതീശനെ എതിർത്തിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, G സുകുമാരൻ നായർ എതിർത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ 2 ഹൈന്ദവ സംഘടനകൾ VD സതീശനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അവരാരെങ്കിലും കോൺഗ്രസിനെതിരെ ശക്തമായിട്ട് എതിർത്തുവെന്നോ കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാർ എതിർത്തുവെന്നോ അതിന് അർത്ഥമില്ലല്ലോ. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ട് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ പറഞ്ഞു എന്നുള്ള വ്യാഖ്യാനം, അങ്ങനെ ഒരു നരേറ്റീവ് എന്തിനാണ് കൊണ്ടുവരുന്നത്? കേരളത്തെ വിമർശിച്ചാൽ അത് മുഴുവൻ കേരളത്തെ വിമർശിച്ചാൽ അത് മുസ്ലിങ്ങളെ വിമർശിച്ചു എന്നർത്ഥം വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല വിമർശിച്ചാൽ മുസ്ലിങ്ങളെ വിമർശിച്ചു എന്നുള്ള അർത്ഥം വരുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു നരേറ്റീവ് കൊണ്ടുവരുന്നത്? അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.